ഒരിക്കൽ സുബ്രഹ്മണ്യൻ ശ്രീ പരമേശ്വരനോട് രുദ്രാക്ഷത്തിന്റെ മാഹാത്മ്യത്തെപ്പറ്റി ചോദിച്ചു. അതിനുത്തരമായി മഹാദേവൻ ഒരു കഥ പറഞ്ഞു. ആ കഥ ഇങ്ങനെയായിരുന്നു. ത്രിപുരൻ എന്ന അസുരൻ ചെയ്ത ദ്രോഹങ്ങളെപ്പറ്റി ദേവന്മാർ മഹാദേവനോട് പറഞ്ഞു. ആ കാര്യങ്ങൾ കേട്ട് വേദനയോടെ ത്രിപുരനെ വധിക്കാനുള്ള ഒരു ആയുധത്തെപ്പറ്റി ചിന്തിച്ച് ഒരു നിമിഷം അദ്ദേഹം കണ്ണുകൾ അടച്ചു. ആ ഒരു നിമിഷം കൊണ്ട് 1000 ദിവ്യവർഷങ്ങൾ കടന്നുപോയി. കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും ചില നീർത്തുള്ളികൾ ഇറ്റുവീണു. ആ നീർത്തുള്ളികളാണ് ഭൂമിയിൽ രുദ്രാക്ഷ വൃക്ഷങ്ങളായി മാറിയത്. സൂര്യനേത്രത്തിൽ നിന്നും ഇറ്റുവീണ തുള്ളികളിൽ നിന്ന് ചുവപ്പും, ചന്ദ്രനേത്രത്തിൽ നിന്നും വെളുപ്പും, അഗ്നിനേത്രത്തിൽ നിന്ന് കൃഷ്ണവർണം അഥവാ കറുപ്പ് നിറത്തിലുള്ള രുദ്രാക്ഷങ്ങളുമാണ് ഉണ്ടായത്. രുദ്രാക്ഷം സർവ്വ പാപങ്ങളും ഇല്ലാതാക്കുമത്രേ. ദേവന്മാരിൽ വിഷ്ണുവും ശിവനും, മഹർഷിമാരിൽ കശ്യപനും, നദികളിൽ ഗംഗയും, ഗോളങ്ങളിൽ സൂര്യനും, അശ്വങ്ങളിൽ ഉച്ചൈസ്രവസും, ദേവിമാരിൽ പാർവതിയും എത്രത്തോളം ശ്രേഷ്ഠരാണോ അത്രയും തന്നെ ശ്രേഷ്ഠമാണ് രുദ്രാക്ഷവുമെന്ന് ദേവി ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ പറയുന്നു.